കടലിൽ അപകടങ്ങൾ ആവർത്തിക്കുമ്പോഴും ഫിഷറീസ് മന്ത്രി എവിടെ എന്ന ചോദ്യം ശക്തമാവുകയാണ്. മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെടുന്നതും മരണങ്ങൾ ഉണ്ടാകുന്നതും തുടർക്കഥയായിട്ടും അപകട സ്ഥലങ്ങളിലേക്ക് ഫിഷറീസ് മന്ത്രി BE അബ്ദുൾ ഗഫൂർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയിൽ സർക്കാർ ഗുരുതര വീഴ്ച വരുത്തുന്നുവെന്നാണ് ഉയരുന്ന ആക്ഷേപം. ദിലീപാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി. ദിലീപ്, എന്തായാലും ശക്തമായ പ്രതിഷേധവും ആക്ഷേപവും നിലവിലെ ഒരു സാഹചര്യത്തിൽ ഉയർന്നു വരുന്നത്. നമുക്കറിയാം, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണങ്ങൾ അല്ലെ വളരെ ആദ്യത്തെ സംഭവമല്ല എന്നാണ് അദ്ദേഹം വളരെ നിസ്സാരമായിട്ട് ഇമോഷണൽ ആണ് അവര് അല്ലെ, അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മള് സാധാരണ എങ്ങനെയാണ് വാർത്തകളായി അവതരിപ്പിക്കും, പക്ഷേ അവരുടെ സങ്കടം കാണുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പോലും ഒരു നിമിഷം നമ്മുടെ മനസ്സൊന്ന്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞൊഴിഞ്ഞത് അങ്ങനെയാണ്, ഈ കടലോര മേഖലകളിലുള്ളവർ കൂടുതൽ വൈകാരികമായി പ്രതികരിക്കുന്നു എന്നൊക്കെയുള്ള വിമർശനാത്മകമായ പെരുമാറ്റം. പക്ഷേ ഇപ്പോഴും ഫിഷറീസ് വകുപ്പ് മന്ത്രി എന്തുകൊണ്ട് അവിടെ എത്തിയില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം തന്നെയല്ലേ ഉയർന്നു വരുന്നത്? ആര്യ, തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. പ്രത്യേകിച്ച് ഏകദേശം 10 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. അതായത് ഈ കാണാതായ 2 പേർ, പ്രത്യേകിച്ച് ഷിജിനെയും ജോണിനെയും കാണാതായിട്ട് ഏകദേശം 10 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും സർക്കാർ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഇതുവരെയും ഫിഷറീസ് വകുപ്പ് മന്ത്രി VA അബ്ദുൾ ഗഫൂർ ഇതുവരെയും അവിടെ എത്തിയിട്ടില്ല എന്നാണ് ഏറ്റവും സങ്കടകരമായും. ഈ ഫിഷറീസ് വകുപ്പും അതോടൊപ്പം തന്നെ സർക്കാരിനെയും ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനവും അതോടൊപ്പം തന്നെ തിരച്ചിൽ നടത്തേണ്ടത്. പക്ഷേ ഇതിലെ പ്രധാന വ്യക്തി എന്ന് പറയുന്നത് മന്ത്രിയാണ്. മന്ത്രി പോലും ഈ നീണ്ടകരയിലോ വിഴിഞ്ഞത്തോ മുതലപ്പൊഴിയിലോ എത്തിയിട്ടില്ല എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ, അതൊരു പ്രതിഷേധം തന്നെയാണ് അവർ പ്രത്യേകിച്ച് മുതലപ്പൊഴിയിലെ മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തിയിരിക്കുന്നതും. പക്ഷേ ഇതിനെതിരെ സർക്കാർ ഇവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ന് പറയുമ്പോൾ നേരത്തെ ആര്യ സൂചിപ്പിച്ച പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് അവരുടെ ഫീലിങ്സിനെ അവർ കളിയാക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ പരിഹസിക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് 10 വർഷം പിണറായി ഭരിച്ച സമയത്ത് ഇതിലധികം പേരെ മത്സ്യത്തൊഴിലാളികളെ ഇത്തരത്തിലൊന്നും കാണാതായിട്ടുണ്ട്, ഇത് വെറും 3 പേരല്ലേ അല്ലെങ്കിൽ 4 പേരല്ലേ എന്നടക്കമുള്ള ഒരു വിമർശനമാണ് അല്ലെങ്കിൽ ഒരു പരിഹാസമാണ് ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണം നടത്താൻ പാടില്ല. അത്തരത്തിൽ വലിയൊരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. തൻ്റെ വീഴ്ച മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി മറ്റു സർക്കാരിനെയും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കെതിരെ വിമർശനം ഉന്നയിക്കുകയാണ് ചെയ്തതും. അതോടൊപ്പം തന്നെ ഈ വിമർശനം ഉന്നയിച്ച്, അതായത് ഈ സർക്കാരിൻ്റെ പാളിച്ചകളെ പറ്റി അവരുടെ കുടുംബങ്ങൾ, കാണാതായ അംഗങ്ങളുടെ കുടുംബങ്ങൾ പ്രതികരണം നടത്തുമ്പോൾ അവർക്കെതിരെ സൈബർ അറ്റാക്ക് നടത്താനാണ് ഈ കോൺഗ്രസിൻ്റെ സൈബർ അനുകൂലികൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിനെ വൈകാരികമായി എടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ തിരച്ചിൽ ശക്തമാക്കുന്നതിന് പകരം അതിനെ എങ്ങനെ അവർക്കെതിരെ ആക്ഷേപം ഉന്നയിക്കാം എന്നടക്കമുള്ള കാര്യങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നതും. എന്തായാലും VA അബ്ദുൾ ഗഫൂർ ഇതുവരെയും എത്താത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആര്യ. ശരി ദിലീപ്, എന്തായാലും ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവനെ ഇവർ എത്രത്തോളം വില കൽപ്പിക്കുന്നു. മുതലപ്പുഴയിൽ നമ്മൾ അന്ന് റിപ്പോർട്ട് ചെയ്ത ഓർമ്മയുണ്ടോ, ഒരു 9-10 മണിക്കൂറിന് ശേഷമാണ് അവിടെ തിരച്ചിലിനായി ആള് പോലും എത്തിയത്. അതായത് എന്തുകൊണ്ടാണ് അപ്പോഴെങ്കിലും ആൾ എത്തിയത്? അത്രത്തോളം പ്രതിഷേധം ഉയർന്നു ആ സമയത്തിനുള്ളിൽ. ഇവരൊക്കെ തെരുവിലേക്ക് ഇറങ്ങി, അമ്മമാരും ഭാര്യമാരും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന സമയം വരെ, എന്നിട്ടും ഇപ്പോഴും കാര്യക്ഷമമായ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല. കേന്ദ്രമന്ത്രി സഹമന്ത്രി സുരേഷ് ഗോപിയൊക്കെ നേരിട്ട് ഇടപെട്ടതിന് ശേഷമാണ് പിന്നെയും അതിനൊക്കെ ഒരു റിസൾട്ട് ഉണ്ടായി തുടങ്ങിയത് അല്ലേ, അങ്ങനെ